ലൈഫ് ഈസ് ഹാപ്പി സ്റ്റോറി. മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ പഠിക്കുക. ഇന്ന് ഞാൻ പറയാൻ വന്നത് എൻ്റെ ഇത്താട വെഡിങ് ഡേ പാർട്ട് 2 ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല. കുഞ്ഞു വീഡിയോസൊക്കെ നിങ്ങൾക്കായി തരാൻ വേണ്ടി ഞാൻ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു, ഡിസംബറിന് മുമ്പേ, ഇന്നല്ല കുറേ നാൾക്ക് മുമ്പ് വിചാരിച്ചു, ഡിസംബർക്ക് മുമ്പേ എൻ്റെ ഇത്താടെ വെഡ്ഡിങ് ഡേയുടെ ഒരു പാർട്ട് 2 ചെയ്യുന്നു. അങ്ങനെ പുള്ളിക്കാരൻ്റെ കയ്യിൽ ഞാൻ റിങ് ഇട്ടതിന് ശേഷം എനിക്കുണ്ടായ ഒരു എക്സൈറ്റ്മെൻറ്റ്. അത് കഴിഞ്ഞാൽ നമ്മൾ ബ്രദറിൻ ലോ, ഞാൻ അളിയാനൊന്നും വിളിക്കത്തില്ല, എന്നെ ബ്രദറിൻ ലോ എന്ന് വിളിക്കുന്നത്. ഞാനും എൻ്റെ ബ്രദറും അത്രയ്ക്ക് നല്ല കമ്പനിയാണ്. ഇപ്പോൾ പുള്ളിക്കാരൻ ദുബായിലുണ്ട്, ഇത്തായും ദുബായ് സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പം എന്താ പറയുക, അങ്ങനെ കയറിയപ്പം കല്യാണം കാണുമ്പോൾ മനസ്സിൽ വല്ലാത്ത സന്തോഷമായി, സമാധാനമായി. കാരണം അന്ന് എനിക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല. ഇത്താട കല്യാണത്തിന് അന്നൊന്നും കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് എൻ്റെ ഇത്താണ് എൻ്റെ കൂടെ ഉള്ളത്. എൻ്റെ ഉമ്മ ആയിക്കോട്ടെ, എൻ്റെ വാപ്പ ആയിക്കോട്ടെ, അവരെക്കാട്ടി എൻ്റെ ഇത്താണ് എൻ്റെ കൂടെ ഉള്ളത്. ആ പ്രസൻസ് എൻ്റെ കൂടെ ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ കല്യാണത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മളിപ്പോൾ എവിടെ ഏതൊരു കൺട്രിയിലായാലും നമ്മൾ ആ സ്നേഹം കൂടെ ഉണ്ട്. അത് പല രീതിയിൽ അവർ നമുക്ക് തരും, മനസ്സിലായോ? അപ്പം അങ്ങനെ കുറേ സ്നേഹം കിട്ടിയിട്ടുണ്ട്. പക്ഷെ കല്യാണത്തിന് ഒരുപാട് ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. ഈ ബിരിയാണി, അങ്ങനത്തെ ബിരിയാണി, മന്തി, അപ്പം, പൊറോട്ട, അങ്ങനെയൊക്കെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കല്യാണം കഴിഞ്ഞ് അന്ന് ഭയങ്കര കോമഡി എന്ന് വെച്ചാൽ, ഈ താലി കെട്ടുന്നതിന് മുമ്പേ ഈ മേലോട്ട് പോയി ഒരു പടക്കം പൊട്ടി. എൻ്റെ പൊന്നു മോനെ, വേറെ ലെവൽ, അവരുടെ രക്ഷയില്ല. അവിടെ പടക്കം പൊട്ടുമ്പം ഇവിടെ താലി കെട്ട്, അവിടെ പടക്കം പൊട്ടുമ്പം ഇവിടെ താലി കെട്ട്. നമ്മളിപ്പോൾ ഒരു മലയാളത്തിനകത്തൊരു ഡയലോഗ് ഉണ്ടല്ലോ, അവിടെ പാലാച്ചെങ്കിൽ ഇവിടെ താലി കെട്ടെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അടിപൊളിയായിരുന്നു. പക്ഷെ അന്ന് ഒരു അൽഹംദുലില്ലാ, പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് അന്ന് കൊറോണ സമയമായിരുന്നു. അന്ന് ആർക്കും കൊറോണ വന്നില്ല. കൊറോണ വരാതെ ജസ്റ്റ് മിസ്സിനാണ് എല്ലാവരും രക്ഷപ്പെട്ടത്. അടിപൊളി കല്യാണമായിരുന്നു, അടിപൊളി. ചെറുക്കൻ്റെ വീട്ടിൽ അന്ന് ഇത്താടെ കല്യാണം വെച്ചത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 6 മണിക്ക്. അവർക്കാണ് അത് ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ ചെയ്തു. അപ്പം എന്താ പറയുക, നല്ല ഒരു ലൈഫാക്കി. അത് കഴിഞ്ഞ് അതെല്ലാം കല്യാണമൊക്കെ കഴിഞ്ഞ് സ്റ്റേജിൽ കയറി കഴിഞ്ഞ് ഫസ്റ്റ് എൻ്റെ വീട്ടിൽ വന്നിട്ട്, പെണ്ണിൻ്റെ വീട്ടിലോട്ടാണല്ലോ ഫസ്റ്റ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് പെണ്ണിൻ്റെ വീട്ടിലോട്ട് വന്ന് എല്ലാം സെറ്റായി. പിന്നെ രാവിലെ ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അടിപൊളി കല്യാണമായിരുന്നു, അടിപൊളി. നമ്മളെ ഓഡിറ്റോറിയം ടിബീരിയയിൽ വെച്ചായിരുന്നു. അടിപൊളി കല്യാണം എന്ന് വെച്ചാൽ അടിപൊളി കല്യാണം. കാരണം ആ ഒരു മെമ്മറീസൊക്കെ എൻ്റെ മൈൻഡിലുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അന്ന് എൻ്റെ ഒരു ഡാൻസും ഉണ്ടായിരുന്നു. അപ്പം നല്ല മനസ്സ് നിറഞ്ഞു. പിന്നെ എല്ലാ കുടുംബത്തിനെയും പോലെ കുറച്ച് കുഞ്ഞു പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഏത് ഫാമിലിയാണ് ഇല്ലാത്ത. അപ്പം അങ്ങനെയൊക്കെ അൽഹംദുലില്ലാ നന്നായിട്ട് നടന്നു. ഇനിയിപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ കല്യാണം കഴിക്കാൻ. എനിക്ക് ഇപ്പോഴേ കല്യാണം കഴിക്കാനോ തീരെ താല്പര്യമില്ല. കാരണം എനിക്ക് അടിച്ചു പഠിക്കുന്ന ലൈഫാണ് ഇഷ്ടം. വ്ളോഗൊക്കെ ചെയ്ത് എൻ്റെ ഫാമിലിയെ എൻ്റർടൈൻമെൻറ്റ് ചെയ്ത്, നിങ്ങളില്ലെങ്കിൽ പിന്നെ ഞാനില്ല എന്ന് പറഞ്ഞ പോലെ, അതേപോലെ എനിക്കിപ്പം എൻഗേജ്മെൻറ്റ് ഒന്നും കഴിയൊന്നും വേണ്ട. നമ്മളിപ്പോൾ എൻഗേജ്മെൻറ്റും കല്യാണം ഒന്നും വേണ്ട. ഞാൻ അടിച്ച് പൊളിച്ച് ഈ ബാച്ചലർ ലൈഫ് എൻജോയ് ചെയ്തിട്ട് ഒക്കെയാണ് എനിക്ക് ജീവിക്കാൻ ഇഷ്ടം അപ്പം ഇത്താടെ കല്യാണം കഴിഞ്ഞിട്ട് കുറേ നല്ല ഞങ്ങൾ കുറേ ഒരു ഫിലിമിനൊക്കെ പോയി. പിന്നെ ഒരുപാട് ഹാപ്പിനെസ്സായിട്ട് നല്ല നിമിഷങ്ങളുണ്ടായിരുന്നു.
കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമെന്ന് വെച്ചാൽ ഈ സ്ത്രീധനം കൊടുക്കുന്ന സംഭവം ഞാൻ യോജിക്കുന്നില്ല. നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് യോജിക്കുന്നുണ്ടോ അല്ലെങ്കിൽ യോജിക്കുന്നില്ല എങ്കിൽ കമൻറ്റ് ചെയ്യണേ. രണ്ട് ഒപ്പീനിയനുള്ള ആൾക്കാരുണ്ടല്ലോ നമ്മൾ സൊസൈറ്റിയിൽ. പക്ഷെ ഞാൻ യോജിക്കുന്നില്ല, എനിക്ക് താല്പര്യമില്ല. എടോ ഞാൻ മുമ്പത്തെ കുറേ വീഡിയോ പറഞ്ഞ പോലെ സ്ത്രീ തന്നെ ഒരു ധനമാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനാണോ നമുക്ക് സ്ത്രീധനം? ഞാൻ ഇതിലൊക്കെ എതിർക്കുന്ന ഒരാളാണ്. എനിക്ക് താല്പര്യമില്ല ഇതിനകത്തൊന്നും. കാരണം എനിക്ക് എൻ്റെ ലൈഫിലൊരു ആളുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു കുട്ടീനെ മാത്രം മതി ലൈഫിൽ. എനിക്ക് വേറെ ഒന്നും വേണ്ട, വേറെ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നുമില്ല. നമ്മൾ വേറെ എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്താൽ അതിനെ സമയം കാണും. ഞാൻ പറയട്ടെ, നമ്മുടെ മുമ്പിൽ എൻ്റെ ഇത്ര കല്യാണ കാര്യം പറയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മളും ആ ഒരു വ്യക്തിയാണ് ജീവിക്കുന്നത്. അല്ലാതെ ഈ കല്യാണത്തിന് വരുന്നവരോ കല്യാണത്തിന് പോകുന്നവരോ ഈ സ്ത്രീധനം കൊടുക്കുന്നവരോ അവരാരും അല്ല. നമ്മൾ ആ ഒരു ആളുമാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഈ സംഭവമൊന്നും എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല. എൻ്റെ വീട്ടിൽ ഉമ്മാർക്കും പാപ്പാർക്കും പറഞ്ഞു എനിക്ക് എൻ്റെ കല്യാണത്തിന് ഇതൊന്നും വേണ്ട. ആ സമയമാകുമ്പോഴുള്ള കാര്യമാണ്, സമയമാകുമ്പോഴുള്ള എനിക്കിതൊന്നും വേണ്ട, എനിക്ക് ആ പെണ്ണിന് മാത്രം. കാരണം റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആകണമെങ്കിൽ നമ്മൾ ഈ സ്ത്രീധനം വാങ്ങിക്കരുത്, എനിക്കിഷ്ടമല്ല. പിന്നെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മായും പാപ്പായും അവരുടെ ഉമ്മായും പാപ്പായും തരുവാണെങ്കിൽ ഒരു മഹർ മാത്രം വരും. പിന്നെ കാറായിട്ട് എന്തെങ്കിലും തരുവാണെങ്കിൽ മേടിക്കേണ്ട സാഹചര്യം വന്നാൽ മേടിക്കണം, അതാരായാലും മേടിക്കണം. പക്ഷേ എനിക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ മേടിക്കും, പക്ഷേ സാഹചര്യം ഇല്ലെങ്കിൽ മേടിക്കത്തില്ല. എനിക്ക് എൻ്റെ പെണ്ണിനെ നോക്കാൻ എനിക്ക് കയ്യിൽ ഒരു ജോബും വന്നിട്ട് പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ആരും പേടിക്കാനാ? ആരും പേടിക്കത്തില്ല. അപ്പം ഈ എല്ലാം കഴിഞ്ഞ് അറിയാതെ ഇമോഷനായിപ്പോൾ. അപ്പം എന്താ പറയുക, ഇത്ര കല്യാണം കഴിഞ്ഞ് അടിപൊളിയായിരുന്നു. പിന്നെ ആ ഒരു മൊമെൻറ്റ്സൊക്കെ ഇപ്പോഴും ഓർക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്, മനസ്സിലായോ? ചില മൊമെൻറ്റ്സൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ മൈൻഡിലോട്ട് ചില നല്ല മെമ്മറീസ് ഇങ്ങനെ ഓടി വരും. നമ്മൾ പോലും അറിയാം. അടിപൊളിയാടോ, ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിൽ കൊണ്ടുപോകണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളു. പിന്നെ ചെറുക്കൻ്റെ വീട്ടിലോട്ട് വന്ന് പിന്നെ ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോയി, അപ്പോൾ അടിപൊളിയായി. പിന്നെ ഇക്കാടെ ഫ്രണ്ട്സൊക്കെ ഇക്കാക്കൊരു സർപ്രൈസ് കൊടുക്കും. ഇക്കാടെ ഫുൾ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി അവിടെ പറഞ്ഞു. അതൊക്കെ നല്ല മൊമെൻറ്റ്സ് ആയിരുന്നു. കല്യാണത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് തലേദിവസമല്ല, കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം എനിക്ക് എങ്ങനെയാണ് കല്യാണം കഴിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളില്ല ഹൃദയം സിനിമയ്ക്കകത്ത് പ്രണവും മോഹൻലാലും കല്യാണം കഴിക്കത്തില്ല. മര സീക്വൻസ് വന്നിട്ട് ആ മര സീക്വൻസ് മേലിൽ ഇങ്ങനെ വരുമ്പോൾ ഒരു സീനുണ്ടല്ലോ മരയത്ത്, അങ്ങനെ കല്യാണം കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. എനിക്ക് ഹൃദയം സിനിമ കണ്ടുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നത്. ഇൻഷാല്ല ബാക്കിയൊക്കെ പഠിച്ചോണ്ടായില്ല. ഇപ്പോൾ അടിപൊളി കല്യാണമായിരുന്നു, സൂപ്പറായിരുന്നു. വേറെ ലെവലിൽ പാല് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കേക്ക് മുറിയൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. സൂപ്പർ കല്യാണമായിരുന്നു. പിന്നെ എന്തുവാ, പിന്നെ അങ്ങോട്ട് പിന്നെ വിരുന്നാണ് ഭയങ്കര വിരുന്ന്. എല്ലാ ഫാമിലിയിൽ നിന്നും വിരുന്ന് പോയിപ്പം പുള്ളിക്കാരൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തുവാ എനിക്ക് ഇത്രയും കഴിച്ചിട്ട് ഭയങ്കര വയറ് നിറഞ്ഞ് ഫുള്ളായി. അപ്പം പുള്ളിക്കാരൻ്റെ ഫാമിലിയിൽ വിരുന്ന് പോയാൽ പോകും. അടിപൊളിയായിരുന്നു. കാരണം അടിപൊളി, അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വിരുന്നായിരുന്നു അത്, വർക്കലയിൽ വെച്ച്. അപ്പം അതും വേറൊരു വിഷ്വൽ ട്രീറ്റായിരുന്നു അത്. അപ്പം അതും എനിക്കിഷ്ടപ്പെട്ടൊരു വിരുന്നായിരുന്നു. എല്ലാം കൊണ്ട് അൽഹംദുലില്ലാ ഹൈറായിട്ട് നടന്നു. അതിനകത്ത് പൊരിച്ചിമീൻ ഉണ്ടായിരുന്നു, സേമിയ പായസം ഉണ്ടായിരുന്നു, നെയ്ച്ചോറുണ്ടായിരുന്നു, പിന്നെ ഈ നാരങ്ങ അച്ചാറുണ്ടായിരുന്നു. അതൊക്കെ വല്ലാത്തൊരു ടേസ്റ്റാണ്. അവരുടെ ഇക്കാടെ വീട് ചവറയിലാണ്, എനിക്കിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്താണ്. ഇപ്പം മെയിനായിട്ട് നിൽക്കുന്നത് ദുബായിലാണ്.
അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ, ബൈ.